എന്നെ അന്വേഷിച്ചാരെയും വന്നിരുന്നടി? വന്നില്ലല്ലോ. രക്ഷപ്പെട്ടു. ഇന്ന് നീ തൊഴിലുറപ്പിന് പോകുന്നില്ലേ? ഇന്ന് ലീവാണോ? ആ, നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്തോട്ട് വാ. ആ SI ഇടിയെ ചെന്നിട്ട് ഒരു പണി കൊടുക്കാം. നീ ഒരു ചായ ഇട. ഹലോ, അടിക്കാനും സമ്മതിക്കില്ല. ചുമ്മാ കിടന്ന് കൊണ ഫോൺ വിളിച്ചോണ്ട്. ഹലോ, വാസു അണ്ണനല്ലേ? എന്തോടാ ഗുണ്ടാവാസു ഗുണ്ടാവാസു ആണ്. നീ കാര്യം പറ. ആ, ഗുണ്ടവാസു അല്ലേ? ഗുണ്ടവാസു. ഓക്കെ ഓക്കെ. കൊട്ടേഷൻ തരാൻ വിളിച്ചതാണ്. കൊട്ടേഷൻ? ഒരു മിനിറ്റ്. കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കാം. ഓക്കെ ഓക്കെ. പക്ഷെ ആരാണ് അടിക്കണ്ടേ? SI ഇടിയൻ ചന്തു. ആര്? എന്താ ഇയാൾക്ക് ചെവിയും കേൾക്കത്തില്ലേ? SI ഇടിയൻ ചന്തു. ആര്? ഞാൻ എന്നെ വിട്ടേക്ക്. എന്റെ പൊന്നോ. ഹലോ, ഹലോ ഹലോ, ഫോൺ കട്ട് ചെയ്തോ? SI ഇടിയൻ ചന്തുവിന്റെ ഇടി ഇവനും കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ പേര് പറഞ്ഞപ്പോ പേടിച്ചു പോയതായിരിക്കും. വേറെ വഴി നോക്കാം. ഇതാണ് അടുത്ത ഫോൺ. ഹലോ, ശാന്തിയുടെ അണ്ണാണ്ടാ. നീ എന്തിനാണ് എന്റെ ഫോൺ വിളിക്കുന്നേ? നീ ശാന്തിയെ വിളിക്കാൻ പറ. പെണ്ണുങ്ങൾ വിളിക്കുന്ന എനിക്ക് ഇഷ്ടം. എടാ, നീ തങ്കച്ചിത്തെ 2 ലക്ഷം വാങ്ങണത് ഞാൻ ഓർക്കാ. അതിന് നിനക്കെന്താ കുഴപ്പം? അത് ഓർമ്മപ്പെടുത്താനാണോ നീ എന്നെ വിളിച്ചേ? എടാ, നീ അങ്ങ് വെള്ളം അടിക്കാ ആ റബ്ബർ തോട്ടത്തിൽ ഇരിക്കാ, വാടാങ്ക. ഇല്ലടാ, ഞാൻ വരത്തില്ല. നീ നാട്ടിൽ പോടാ. എടാ, നീ ഒരു അപ്പനുക്ക് പിറന്നാ വാടാങ്ക. നാങ്ക എന്താ പറഞ്ഞേ? എന്റെ അപ്പനെ വിളിച്ച നീ? ഇപ്പൊ തന്നെ പറയണ. റെഡിയായി, ഇപ്പൊ വരാൻ ഞാൻ. ഇവിടെ വരാം എന്നാണല്ലോ അവൻ പറഞ്ഞേ. അവനായിരിക്കും എന്നെ വെല്ലുവിളിച്ചേ. ശരിയാക്കി തരടാ. നീ ആരടാ പുതിയ അവതാരം? പാറപ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വാടാ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. யாருன்னு தெரியுமாடா? வீரமணி. வீரமணி தங்கச்சிக்கிட்டே நீ 2 லட்சம் ரூபா வாங்கி ஏமாத்திருக்கியா? உன்னைக்கு உண்டில்லான்னு பண்ணிடுறேன்டா. വീരമണിയോ? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ஏய், எங்கடா ஓடுத? சரியான ஆம்பளை நின்னுட்டாங்க. എന്നെ പിടിച്ചേക്കലടാ. நீ இன்னைக்கு எங்க போனாலும் உன்னை விட மாட்டேன்டா. ஏய், எங்கடா ஓடுத? சரியான ஆம்பளை நின்னுடா. എന്റെ വീരമണി, ഇനി എനിക്ക് ഓടാൻ പറ്റില്ല. ഞാൻ ആരാന്ന് കാണിച്ചു തരാം. വീരമണി, ഞാനേ നിന്റെ പെങ്ങളുടെ BM-ല് ഒരു ഹായ് അയക്കുമ്പോ നിന്റെ പെങ്ങൾ എന്തിനാണ് എനിക്ക് റിട്ടേൺ ഹായ് അയക്കുന്നത്? ഏതെങ്കിലും നല്ല പെണ്ണുങ്ങള് ഹായ് അയക്കുവോ? ഒരിക്കലും അയക്കത്തില്ല.
ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റത്തില്ല. വെറും കൈയോടെ ഇരിക്കുന്നവരെ ഞാൻ അടിക്കത്തില്ല. ഇന്നാ പിടിച്ചോ കമ്പ്, നമുക്കങ്ങ് അംഗം തുടങ്ങാം. வாடா அன்னைக்கு ரெண்டுல ஒன்று பார்த்துருவோம். என்னடா சுத்திக்கிட்டே இருக்க? എന്നെ നിനക്കറിയില്ലടാ. என்னே தள்ளி விட்டுட்டியா? இந்த கம்பு வேணாண்டா எனக்கு. இந்த தாண்டா இருக்கு உனக்கு வேடிக்கை. வாடா. നിനക്ക് കമ്പ് വേണമെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാടാ കമ്പ്? വാടാ. വീരമണി വാടാ. വിടത്തില്ലടാ, എവിടെ പോയാലും വിടത്തില്ല. വീരമണി നിന്നെ ശരിയാക്കി തരാം. ஓடினது போதுண்டா, இனி ஆக்ஷன் தான்டா. ரெடி. നിക്കടാ, നിക്കാനാ പറഞ്ഞേ, നിക്കടാ. വീരമണി നീ ചത്തോ? ഇവൻ ഇവിടെ കിടന്ന് ചത്താൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ന്യൂട്രി പറഞ്ഞു വിടാം. വീരമണി ഡാ, എണീക്കടാ, ഒന്ന് എണീക്കടാ പ്ലീസ്, എണീക്കടാ വീരമണി. വാ, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ നിന്റെ പ്രശ്നം? നിന്റെ പെങ്ങളുടെ അടുത്ത് മേടിച്ച 2 ലക്ഷം രൂപ ഞാൻ തന്നേക്കാം. അത് മതി. ആദ്യം നീ നന്നാകടാ. ഞാൻ നന്നാവാടാ. 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മ, അച്ഛൻ, നിന്നെപ്പോലെ ഒരു ആങ്ങള, ഇത്രയും പേർക്ക് അറിയാലോ നല്ല ചെറുക്കനെ നോക്കി കെട്ടിച്ചു കൊടുക്കാൻ. ആരെങ്കിലും ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിന്റെ പെങ്ങൾ മറുപടി പറയുന്നു. ആദ്യം നിന്റെ പെങ്ങളെ നന്നാക്കാൻ നോക്ക്, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നോക്ക്. നീ നാട്ടിലോട്ട് പോ, ഞാൻ 2 ലക്ഷം രൂപ അയച്ചു തരാം. ഓക്കെ.
ചേച്ചി വീട്ടിൽ ഒരു ഫോൺ മേടിച്ചോണ്ട് വാ. ഇതാരാ? ഹലോ, ആരാ? കൊല്ലത്തിലിരുന്ന് ഗീത. കൊല്ലത്തിൽ നിന്ന് ഗീതയാണോ? എന്താ വിളിച്ചേ? അച്ചായനോടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ട. കുട്ടി കല്യാണം കഴിച്ചതാണോ? അത് മാത്രം അറിഞ്ഞാൽ മതി. കല്യാണം കഴിച്ചതാണ്, ചേട്ടൻ മരിച്ചുപോയി. ആണോ? അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. എൻ്റെ ഭാര്യയും മരിച്ചു പോയതാണ്. ഞാൻ കുട്ടിയെപ്പോലെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആണോ? നീ വീട്ടിലേക്ക് കേറി വാടാ, നിനക്ക് വച്ചിട്ടുണ്ട്. അയ്യോ, ഇതെന്റെ ഭാര്യയാണല്ലോ. ഇനി വീട്ടിലേക്ക് ഞാനില്ല, നേരെ സുമതിയുടെ അടുത്തേക്ക് പോയേക്കാം. നിന്റെ അച്ഛൻ വന്നാൽ